നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മൾ മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ഒരു പ്രഭാഷണം അതെ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ ദൈവത്തോടുള്ള സ്നേഹം, അതെ അതാണ് വിഷയം. അതെ എങ്ങനെയാണ് ഈ സ്നേഹം ഉണ്ടാവുന്നത്, എന്താണ് അതിന്റെ ഒരു ശരിക്കുള്ള രൂപം, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. ഇതൊരു സാധാരണ രീതിയിലുള്ള പ്രഭാഷണമല്ല. ദൈവസ്നേഹത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വെറും അനുഷ്ഠാനങ്ങൾ മാത്രമല്ല പ്രധാനം. സ്നേഹമെന്നത് മനുഷ്യന്റെ ഉള്ളിൽ തന്നെ സ്വാഭാവികമായ ഉള്ള ഒന്നാണ്. അതിനെ എങ്ങനെ ശരിയായ വഴിക്ക് തിരിക്കാം, അതാണ് ചോദ്യം. ആ ശരി. അപ്പോ ആദ്യത്തെ പോയിന്റ്, അതെ, ഈ സ്നേഹം നമ്മൾ എവിടെന്നെങ്കിലും പഠിച്ചെടുക്കേണ്ട ഒന്നല്ല. അല്ലേ അല്ല. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളൊരു വികാരമാണ്. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ഇഷ്ടം പോലെ. ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ശരിയാണ്, കറക്റ്റ്. പക്ഷേ അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഈ സ്നേഹം സ്വാഭാവികമാണെങ്കിലും അതിന്റെ ലക്ഷ്യം, അതായത് ഒബ്ജക്റ്റ്, അത് ശരിയാവണം. ഓക്കെ. പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നത് എന്താ പറയാ, ശരിയായ കാര്യങ്ങളെ ആവില്ല. ചിലപ്പോൾ പണത്തിനെ ആവാം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകർഷണങ്ങൾ. അവിടെയാണ് ചിന്തയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ശരിയായ ലക്ഷ്യം, അതായത് ദൈവം, എങ്ങനെ കണ്ടെത്താൻ പറ്റും? ദൈവം ഒളിച്ചിരിക്കുകയല്ല എന്നാണോ അദ്ദേഹം പറയുന്നത്? അതെ അതെ. നമ്മുടെ സംശയങ്ങളും ഈ ലോകത്തിലെ ആകർഷണങ്ങളുമൊക്കെ ഒരു കാട് പോലെ നമുക്ക് ചുറ്റുമുണ്ടാവാം. പക്ഷേ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ചാൽ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉള്ളതുപോലെ വ്യക്തമായി ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്. ഈ ലോകം ഒരു പരീക്ഷണം പോലെയാണ്. ചുറ്റും പല ആകർഷണങ്ങളുണ്ടാവാം. സ്വത്ത്, മക്കൾ, പേരും പ്രശസ്തിയും. അതെ. അതിലൊന്നും പെട്ടുപോകാതെ നേരിട്ട് കാണാത്ത ആ യാഥാർത്ഥ്യത്തിൽ വിശ്വസിച്ച് അതിനെ കണ്ടെത്തുക, അതാണ് ശരിക്കുള്ള വിജയം. ഖുറാനിലൊക്കെ പറയുന്നില്ലേ, മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്താൽ ചിലപ്പോ വഴിതെറ്റുമെന്ന് മാലാഖമാർക്കൊരു പേടിയുണ്ടായിരുന്നു. ശരിയാണ്. പക്ഷേ അവരിൽ ചിലരെങ്കിലും ചിന്തിച്ച് ശരി കണ്ടെത്തുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഓക്കെ. അപ്പോ ഈ ദൈവത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ എന്തെങ്കിലും വഴികൾ അദ്ദേഹം പറയുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഹംദ്, അതായത് നന്ദി പറയുക, അതിനാണ് കൂടുതൽ പ്രാധാന്യം. നന്ദി പ്രകടനം. അതെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ പറയുമ്പോ അത് വെറുതെ പറയുന്ന വാക്കുകളല്ല. അല്ല. നമുക്ക് കിട്ടുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണെന്നുള്ളൊരു തിരിച്ചറിവ്, ആ ബോധ്യം, അതാണ് പ്രധാനം. ഒരു ബൗദ്ധികമായ സമർപ്പണം കൂടിയാണത്. അപ്പോ പുറമേ കാണിക്കുന്നതിനേക്കാൾ ഉള്ളിലെ ആ ഒരു അറിവിനും മനോഭാവത്തിനുമാണ് പ്രാധാന്യം, അല്ലേ? അതെ അതെ. ബൈബിളിലൊക്കെ പറയുന്ന പോലെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്ന ആശയത്തോട് ഇത് ചേർന്നു പോകുന്നുണ്ട്. ശരിയാണ്. അതുപോലെ കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോ നമുക്ക് തെറ്റുകൾ പറ്റാം, മനുഷ്യരല്ലേ. അതിന് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചാൽ, തൗബ ചെയ്താൽ മോചനമുണ്ട്. ഓക്കെ. പിന്നെ ഈ ആളുകൾ തമ്മിൽ കാണുമ്പോൾ നമസ്കാരം പറയണോ, അസ്സലാമു അലൈക്കും പറയണോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ. അതൊക്കെ ഇപ്പോഴും ചർച്ചയാണല്ലോ. അതെ. അല്ലെങ്കിൽ മതം മാറിയാൽ പേര് മാറ്റണോ, ഇതൊന്നും അത്ര വലിയ കാര്യമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനേക്കാളൊക്കെ പ്രധാനം അടിസ്ഥാനപരമായ മനുഷ്യഗുണങ്ങളാണ്. എന്തൊക്കെയാണത്? സത്യം പറയുക, മറ്റുള്ളവരോട് ദേഷ്യമോ വെറുപ്പോ വെച്ചു പുലർത്താതിരിക്കുക, സ്നേഹത്തോടെ പെരുമാറുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ബാങ്കിലെ ജോലി ഹറാമാണോ, അല്ലെങ്കിൽ പാട്ട് കേൾക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളോ, അതിനെപ്പറ്റി എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ ഈ അടിസ്ഥാന കാര്യങ്ങളുടെ താഴെ വരുന്നുള്ളൂ എന്നാണ്. ഏത് കാര്യവും നമ്മൾ ഖുറാനും ഹദീസും നോക്കി സ്വയം മനസ്സിലാക്കണം. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിക്കരുത്. സംഗീതം നിഷിദ്ധമാണെന്നുള്ള വാദം ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഫോക്കസ് മാറേണ്ടത് വ്യക്തിയുടെ ഉള്ളിലേക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രഭാഷണം നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ദൈവത്തോടുള്ള സ്നേഹം അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതൊരു ശക്തിയാണ്. അതിനെ കണ്ടെത്താനും വളർത്താനും വേണ്ടത് എന്താ പറയാ, ചിന്ത, നന്ദി, പിന്നെ അടിസ്ഥാന ധാർമ്മികതയിലൂന്നിയ ഒരു ജീവിതം. അതെ. പുറമേയുള്ള അടയാളങ്ങളെക്കാൾ അകത്തുള്ള മാറ്റമാണ് പ്രധാനം. ശരിയാണ്. പിന്നെ അവസാനം അദ്ദേഹം പറയുന്നൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ദൈവത്തിലേക്കുള്ള ഈ യാത്രയില്ലേ, അതൊരു വലിയ മലകയറ്റം പോലെയാണ്. മലകയറ്റമോ? അതെ. പക്ഷെ ശരിക്കും മല കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നമ്മൾ കീഴടക്കേണ്ടത് പുറത്തുള്ള മലയല്ല, നമ്മുടെ ഉള്ളിലെ തടസ്സങ്ങളാണ്, ലോകത്തിന്റെ പ്രലോഭനങ്ങളാണ്. ഈ മലകളാണ് നമ്മൾ കയറേണ്ടത്. അത് കൊള്ളാമല്ലോ. അപ്പൊ നിങ്ങൾ കേൾക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വിശ്വാസം എന്തു തന്നെയായാലും ജീവിതത്തിൽ ഒരു ഉയർന്ന ലക്ഷ്യത്തിലേക്കെത്താൻ, അല്ലെങ്കിൽ ഒരാഴത്തിലുള്ള തിരിച്ചറിവ് നേടാൻ നിങ്ങളുടെ ഉള്ളിലെ ഏത് മലകളാണ് നിങ്ങൾ കയറേണ്ടതായിട്ടുള്ളത്? ഇതൊരു നല്ല ചോദ്യമാണല്ലേ?